ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരേയൊരു കാര്യം പാപമാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ പാപമെന്നത് നിയമലംഘനവും. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ തലങ്ങൾ കാണാൻ സാധിക്കും. ഈ അകൽച്ചയുടെ തലങ്ങൾ കാണുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാണോ അടുത്താണോ ചിന്തിക്കാം. ഒന്നാമത്തെ നിയമലംഘനം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ നടന്നു. തിന്നരുത് എന്ന് ദൈവം പറഞ്ഞ വൃക്ഷത്തിലെ ഫലം തിന്നു. ഫലമായി ഉൽപ്പത്തി 3:8 പറയുന്നത് പോലെ പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് മരങ്ങൾക്കിടയിലേക്കുള്ള ഒന്നാമത്തെ അകൽച്ച. കൂടുതൽ മോശമായ അപകടം സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്നു. ഉൽപ്പത്തി 3:23 കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഏദൻ തോട്ടത്തിൻ്റെ പുറത്തേക്കുള്ള രണ്ടാമത്തെ അകൽച്ച. രണ്ടാമത്തെ നിയമലംഘനം കായൻ ചെയ്തു. സഹോദരനായ ആബേലിനെ കൊന്നു. ഈ പാപം മനുഷ്യനെ ദൈവസന്നിധിയിൽ നിന്ന് നോദ് ദേശത്തേക്ക് മാറ്റുന്നു. ഉൽപ്പത്തി 4:16 കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. മൂന്നാമത്തെ നിയമലംഘനം ബൈബിളിൽ നാം കാണുന്നത് ലാമക്ക് 2 പേരെ വധിക്കുന്നതായാണ്. ലാമക്കിൻ്റെ കാലത്ത് മനുഷ്യർക്ക് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. ഉൽപ്പത്തി 4:26 അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ഈ അകൽച്ച ചെന്നെത്തിക്കുന്നത് ദൈവചൈതന്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. അങ്ങനെ ഒന്നാമത്തെ യുഗാന്ത്യം സംഭവിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പാപം ഒരു മനുഷ്യൻ്റെ ആത്മനാശത്തിലേക്ക് എപ്രകാരമാണ് ചെന്നെത്തിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദൈവസാന്നിധ്യത്തിലായിരിക്കുന്നത് മനുഷ്യന് ജീവനാണ്. സാന്നിധ്യം നഷ്ടപ്പെടുന്നതോ ആത്മനാശമാണ്. എന്നിലെ ദൈവസാന്നിധ്യം എത്രയുണ്ട്? എന്നിലെ ദൈവസാന്നിധ്യത്തെ ഇല്ലാതാക്കിയിരിക്കുന്ന പാപങ്ങൾ, നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ്? പാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാം. പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കാം. ചില ത്യാഗപ്രവൃത്തികൾ, പരിഹാരപ്രവൃത്തികൾ യേശുവിൻ്റെ പരിഹാര ബലിയോട് ചേർത്ത് പ്രായശ്ചിത്തമായി സമർപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ യുഗാന്ത്യത്തിലെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം.